ഉത്സവ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ല കേട്ടോ. ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ കറങ്ങാൻ ഇറങ്ങും. ഈ കണ്ണൂർ എവിടെയൊക്കെ ഏതൊക്കെ കാവൽ ഉത്സവങ്ങളും തെയ്യങ്ങളും ഉണ്ടോ അവിടേക്കൊക്കെ നമ്മൾ പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് പോയത് ആണ്ടല്ലൂർ കാവിലാണ്. ആണ്ടല്ലൂർ കാവിൻ്റെ പ്രത്യേകത അറിയാലോ. എല്ലായിടത്തും നല്ല എത്ര ഷോപ്പുകളാണ് ഉണ്ടാവുകയെന്നറിയോ. രസമുണ്ട് കാണാൻ വേണ്ടി. വാങ്ങിയില്ലെങ്കിൽ അവിടെയൊക്കെ നോക്കി പോകാൻ രസമാണ്. എൻ്റെ നീലൻ്റെ കാര്യം പിന്നെ പറയണ്ട. കളിപ്പാട്ട കടകളിലായിരുന്നു അവൻ്റെ നിറകൽ മുഴുവൻ. അവൻ ആദ്യം കുറച്ച് ഒരു വെബ് ഷൂട്ടർമ പിടിച്ചു സ്പൈഡർമാൻ്റെ. പിന്നെ അവന് വിമാനം നമ്മുടെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വിമാനമാണ് കേട്ടോ. അതെന്നെ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്രമമായിരുന്നു അവന്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്ന വഴിക്കാണ് എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കളി എന്ന് പറയുന്നത്. ഗെയിംസ് ഉണ്ടാവില്ലേ, ബോൾ എറിഞ്ഞിട്ട് 18, 16 ആ നമ്പറിലൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പം മോനും അതും കൂടെ എറിഞ്ഞു കേട്ടോ. അപ്പോൾ 18ആണ് കിട്ടിയത്. ഒരു സ്ഥലത്തല്ല 2 സ്ഥലത്ത് എറിഞ്ഞു. 50 രൂപയാണെന്ന് ഓർക്കണം. 50 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നത് വെറും കപ്പും സാധനങ്ങളൊക്കെയാണ്. അതായത് കുഴപ്പമില്ല, രസമല്ലേ. നമ്മൾ ഉത്സവത്തിന് പോകുമ്പോഴല്ലേ നമ്മളിതൊക്കെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ചട്ടകവും അതുപോലെ ഒരു നമ്മുടെ ഈ കാശും കൊടുക്കുകയും കിട്ടിയിട്ടാ. ശേഷം നമ്മൾ അലുവയൊക്കെ വാങ്ങിച്ച് തിന്നൊക്കെ ചെയ്തു. പിന്നെ അതൊന്നും കാണിച്ചില്ല. നമ്മൾ അവനെ കൈപിടിച്ച് കൊണ്ടുപോവാ. കാരണം അവസാനം വാങ്ങി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അല്ലെങ്കിൽ നടക്കില്ല. അവൻ എല്ലാ കടകളിൽ നിന്നും വാങ്ങണം പറയും. നമ്മൾ അവസാനം ലാസ്റ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ ഒരെണ്ണത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മളവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞാൽ ഞാനൊരു പാദസരം, കുറേ ചേച്ചിമാരുണ്ട് മറ്റേ ഹിന്ദിക്കാർ, അവർ പാദസരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പാദസരം വാങ്ങി അതും ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ മീൻ നോക്കി. മീൻ വാങ്ങിച്ചൊന്നുമില്ല. കഴിഞ്ഞ തവണ നമ്മൾ ഇതിന് പോയപ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഗപ്പി ആയതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. പിന്നെ അത് അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞ് വാങ്ങിപ്പിച്ചു കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ 200 സംതിങ് 250 താഴെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപ. ഒരു കടയിൽ ചോദിച്ചപ്പോൾ 500 രൂപ പറഞ്ഞു. എന്നാലും പോട്ടെ, അവൻ കരഞ്ഞ് മെഴുകുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിക്കൊടുത്തു കേട്ടോ. വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ടൊന്നുമല്ല പോയത്. നല്ല തിക്കും തിരക്കൊക്കെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൂട്ടാമെന്നുണ്ടായിരുന്നു. എന്നാലും മോനെ വെച്ചിട്ട് ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കുക ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നീല ഇഷ്ടപ്പെട്ടവർ, വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വിമാനം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇത്ര റേറ്റ് ആയിട്ടില്ല. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോയുടെ കൂടെ. അപ്പോൾ ബൈ ടാറ്റാ.